സരസ്വതി കരയാതെ, സരസ്വതി കരയാതെ. എന്തോ ടീച്ചി? നല്ലതുപോലെ പഠിച്ച് IAS ആവണമെന്ന് വിചാരിച്ചതാ ശിവാനി. പിന്നെന്താ ഈ ആലോചന വന്നപ്പോ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുത്തത്? അച്ഛന്റെ അമ്മയുടെ തീരുമാനത്തെ നമ്മൾ അനുസരിച്ചല്ലേ പറ്റൂ. എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മളത് സഹിക്കണം. ജീവനോടെ ഇരുന്നത് നേരിടണം സരസ്വതി. ധൈര്യമായിട്ടിരിക്കെ. ഭാവിയിലും എല്ലാം നല്ലതായി നടന്നോളൂ. സരസ്വതി, ഈ തേങ്ങ വാങ്ങിക്കോ മോളെ, മുഹൂർത്തത്തിനുള്ള സമയായി. മോളെ വേഗം കൊണ്ടുവരൂ. എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഈ ചേട്ടനെയും വീടിനെയൊക്കെ പിരിയുന്നതുകൊണ്ടാണോ എൻ്റെ മോളിങ്ങനെ വിഷമിക്കുന്നേ? ഈ ലോകത്ത് ഏട്ടന് സഹോദരി അല്ലാതെ വേറെ ആരും ഇല്ലേ? എപ്പോ നോക്കിയാലും എന്നെയും വീടിനെ വിട്ടു പോകുന്നതില് വിഷമമുണ്ടോ സങ്കടമുണ്ടോ എന്നൊക്കെ ചോദിക്കല്ലാതെ അവർക്ക് എന്താ നഷ്ടാവുന്നെന്നുള്ളത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശിവാനി, സമാധാനായിട്ടിരിക്കെ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അല്ല, ഒരു പെൺകുട്ടിയുടെ കണ്ണില് കണ്ണീർ കണ്ട ഉടനെ കുടുംബത്തെയും അവരുടെ സ്നേഹത്തെയും വിട്ടിട്ട് പോവാണോ എന്ന് ചോദിക്കാന്നല്ലാതെ നിനക്ക് ഞാനുണ്ട്, എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറ എന്നൊന്നും ചോദിക്കില്ലേ? സരസ്വതിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതെൻ്റെ സഹോദരിമാർക്ക് വരുന്ന ബുദ്ധിമുട്ട് പോലെ ഞാൻ കണക്കാക്കൂ. അവൾക്ക് ഇനിയും പഠിച്ച ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. സരസ്വതിക്ക് പകരം തനിക്ക് പഠിക്കാൻ പറ്റുമോ? ഏട്ടൻ ചെറുപ്പത്തിൽ തന്നെ പഠിത്തമൊക്കെ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെയല്ലേ മതിപ്പറിയാത്തത്. അതെ, എനിക്കെന്താ അറിയാത്തെ? എൻ്റെ 4 സഹോദരിമാരെ ഞാൻ പഠിപ്പിച്ചു. ഒരാളെ എത്രയും പെട്ടെന്ന് വേറൊരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കാൻ നോക്കുന്നു. ഇവളെയാണെങ്കിലോ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുക. ബാക്കി 2 പേർക്ക് കുറച്ചു നാൾ കഴിയുമ്പോ കോളേജ് ബെല്ല് കെട്ടിവെക്കുമായിരിക്കും. അതിനുശേഷം ചന്തയിൽ കൊണ്ട് കളയും പോലെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളതല്ലേ നിന്റെ മനസ്സിലെ ഉദ്ദേശം? സഹോദരിമാരുടെ കല്യാണം നടത്തുന്ന ഒരു സഹോദരനെ സംബന്ധിച്ച് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിനക്കറിയോ? അയ്യോ, നിങ്ങളെ ഞാൻ തൊഴാം. എപ്പോഴും നോക്കിയാലും ഇതേ പറയാനുള്ളൂ. വാ സരസ്വതി. ഏയ്,
സാധാരണ ആമ്പിള്ളേർ ഫംഗ്ഷന് വന്നാ കാണാൻ കൊള്ളാന്നുള്ള പെമ്പിള്ളേർ എവിടെയെന്ന് അന്വേഷിച്ചു നടക്കും. എന്നാലും ഇങ്ങേരാണെങ്കിലോ എന്റെ സഹോദരിയുടെ കല്യാണം നടക്കുമ്പോ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ മേളം തുടങ്ങിക്കോളൂ. താങ്ക് യു ആൻറ്റി. ദാ സരസ്വതി. വേണ്ട ഏട്ടാ. എന്തു പറ്റി? അത് ആരും അറിയാതെ കവറിൽ ചില്ലറയിട്ട് കൊടുത്താ കല്യാണ പെണ്ണ് നാണം കെടാതെ അത് വാങ്ങിക്കണമെങ്കിൽ വിഷമം കാണില്ലേ? അയ്യോ, എന്താ ഇങ്ങനെ പറയുന്നേ? ചില്ലറ വാങ്ങുന്നതിന് പകരം അത് വാങ്ങാതിരിക്കുന്നതാണ് ഭേദമെന്ന് സരസ്വതിക്ക് മനസ്സിലായതുകൊണ്ടാ അവൾ വാങ്ങാതിരുന്നത്. ഗീത, അതിന് 1 രൂപയോ 2 രൂപയോ ഒന്നും അല്ല, 5000 രൂപയുണ്ട്. മിണ്ടാതിരിക്കണം. ഞാൻ പറയൂ ഏട്ടാ, 5ന്റെ പൈസ പോലും പെണ്ണിന് സമ്മാനിക്കാതെ പന്തിയിലിരുന്ന് മൂക്കുമുട്ട ഭക്ഷണവും കഴിച്ചിട്ട് വെറുതെ എഴുന്നേറ്റ് പോകുന്നത് നമ്മളല്ല എന്ന് ചില വലിയ മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ? നിന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞു. വേണ്ടെന്ന് പറയാതെ വാങ്ങിക്കും മോളെ. ഇത് നിന്റെ സഹോദരന്റെ സമ്മാനമാണ്. മുതലാളി, ഈ ഏട്ടൻ ഇപ്പൊ എനിക്ക് 5000 രൂപ തന്നു. പക്ഷേ എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ സ്കൂൾ ഫീസും എക്സാം ഫീസും ഒരുപാട് തവണ തന്നിട്ടുണ്ട്. ഗ്രേറ്റ്, അടിപൊളി. ചെറുപ്രായത്തിൽ ഇവന്റെ അമ്മ നാട്ടുവിചാരണയ്ക്ക് വന്നപ്പോ നീ ഇതുപോലെ കൈയടിച്ചതാ. ഇപ്പൊ ഇവളുടെ ഫീസ് അടച്ചു തീർത്തതിന് നീ കൈയടിക്കുന്നു. ഇതെന്റെ ചെവിയിൽ വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട് ശിവാനി. എന്താടോ മുതലാളി, നിന്റെ മോള് പഠിച്ചു വലിയ ആളാവാൻ വേണ്ടി ഗൗതം തന്ന പണമെല്ലാം ഇപ്പൊ വെറുതെ ആയതുപോലെ ആയില്ലേടോ? മുതലാളി, എന്നെ പഠിക്കാൻ അനുവദിച്ച ഞാൻ നന്നായിട്ട് പഠിക്കും. ഒരു പെണ്ണ് കല്യാണ മണ്ഡപത്തിൽ കയറി കഴിഞ്ഞാൽ അവളുടെ പഠിപ്പ് അവസാനിച്ചെന്ന് മനസ്സിലാക്കൂ സരസ്വതി. നോക്കുമോളെ, നീ ഇനി ഭർത്താവിൻ്റെ വീട്ടിലായാലും എന്തിനും ഏതിനും ഈ സഹോദരനുള്ള കാര്യം മറന്നു പോകരുത്. ചിലരുണ്ട് എന്തിനാ ജനിച്ചതെന്ന് പോലും അറിയില്ല. ഒരു പെണ്ണ് കയറിപ്പോകുന്ന വീട്ടിലൊരു ബുദ്ധിമുട്ട് വന്നാൽ അത് അവളുടെ വിധിയാണെന്ന് പറഞ്ഞ് തലയൂരും. അങ്ങനെയുള്ളവന്മാരുടെ നിന്ന് നീ അകന്നു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അവര് നമ്മുടെ ഗായത്രിയെ കുറിച്ചാ പറയുന്നത് മുതലാളി. മുതലാളി, ഭക്ഷണം തയ്യാറായിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. ഗൗതം, അവിടുത്തെ ഭക്ഷണ കാര്യമൊക്കെ പോയി നോക്ക്. ശരിയമ്മായി.
എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുന്നേ? അവരെ കൂടെ പോയി ഒരു ഫോട്ടോ എടുക്ക്. വേഗം ചെല്ല്. ഓ ചെല്ല്. കൺഗ്രാറ്റുലേഷൻ സരസ്വതി. താങ്ക് യു. എല്ലാവിധ വിവാഹാശംസകളും സരസ്വതി. അനിയ, എന്താ ചേച്ചി? ഫോട്ടോ നന്നായിട്ട് എടുക്കണം. ഞാൻ നന്നായിട്ട് എടുക്കുന്നേ. നന്നായിട്ട് എടുത്താൽ മാത്രം പോരാ, ഫോട്ടോ കാണുമ്പോ നല്ലൊരു ബന്ധവും കിട്ടണം. ഓ പെണ്ണ് കാണാൻ കൊള്ളാം അല്ലേ ലേഖ? അതെ ഏട്ടാ. നമ്മുടെ മകന് നല്ല ജോഡിയായിരിക്കും. മോനെ മോനെ, ഒന്നിങ്ങി വന്നേ. എന്താ ചേട്ടാ? ആ പെൺകുട്ടിയുടെ ഫോട്ടോയും തരാമോ? അയ്യോ, ഗൗതമേട്ടന്റെ അനിയത്തിയുടെ ഫോട്ടോയോ? ആ ഫോട്ടോ ഞാൻ തന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? എന്റെ ക്യാമറയിൽ എന്റെ ഫോട്ടോ തന്നെ എടുത്തിട്ട് അതിൽ മാലയെ അണിയിച്ചിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. എനിക്ക് തരാൻ പറ്റില്ല. എന്താടാ ഗൗതമിനെ പറ്റി നീ മോശമായിട്ട് സംസാരിക്കുന്നെന്താ? പിന്നെ ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് ഞാൻ ഫോട്ടോ കൊടുത്താ എന്നെ അടിച്ചു കൊല്ലും. എനിക്കൊന്നും പറ്റില്ല. സഹോദരിമാരെ ഇത്രയധികം നന്നായി നോക്കുന്ന ഒരു ഏട്ടനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കുട്ടിയെ കുറിച്ച് അറിയാൻ ആഗ്രഹം തോന്നുന്നു. അല്ല, ആ പെൺകുട്ടി ആരാ അവള്? ഗൗതമിന്റെ അനിയത്തി ലക്ഷ്മിയാണത്. എടാ, അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ? കൊള്ളാല്ലേ ഏട്ടാ? ഏട്ടൻ അവനെ ഒന്ന് വിളിക്കേ. അവനിപ്പോ കഴിക്കാൻ പോയതല്ലേ ഉള്ളൂ. അവൻ പെണ്ണിനെ കണ്ട ആ ജോലി ഞാൻ കഴിയുമല്ലോ. ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ. ആദ്യം കല്യാണം നടക്കട്ടെ, പിന്നീട് സമാധാനമായിട്ട് സംസാരിക്കാം. അവൻ അതിന് ഫോട്ടോ പോലും തരത്തില്ല എന്നല്ലേ പറയുന്നത്. ഫോട്ടോയിൽ എന്തിരിക്കുന്നു? വേറെ ഫോട്ടോഗ്രാഫറെ കണ്ട് നമുക്ക് ഫോട്ടോ എടുപ്പിക്കാം. പോയാലോ? ആ വാ. ശ്രീനു, ഇവിടെ വാ. എന്താ ചേച്ചി, എന്താ കാര്യം? ഭക്ഷണം എവിടെയാടാ? അതൊക്കെ പുറകിലുണ്ട്, ചേച്ചി പോയി കഴിക്കേ. അയ്യോ, കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അതെ, കുറച്ചു മുമ്പ് ലക്ഷ്മിയെ കുറിച്ച് അന്വേഷിച്ചില്ലേ? അവരുടെ മകൻ ഏത് കളർ ഷർട്ടായിട്ടത്? ഒരു നീല കളർ ഷർട്ടായിട്ടിരിക്കുന്നേ. എന്തിനാ ചേച്ചി? നീല കളർ ഷർട്ടോ? ചേച്ചി, അനിയത്തിമാർ അവിടെ വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നു എങ്ങനെയാ കഴിക്കുന്നേ? നിന്നെ ആരാ കഴിക്കാൻ കൊണ്ടുവന്നത്? ഇതൊക്കെ വിളമ്പി കൊടുക്ക. ഡാ, അതിങ്ങ് തന്നെ. ദാ, വിളമ്പി കൊടുക്ക. പറഞ്ഞത് കേട്ടില്ലേ? അയ്യോ ലക്ഷ്മി, വെള്ളം എടുത്ത് കൊടുക്ക. എന്താ നോക്കി നിൽക്കുന്നേ? വെള്ളം എടുത്ത് കൊടുക്കാൻ. പിടിക്കേ. ആ, കൊടുക്ക. ഇതാ വെള്ളം. അത് സാരമില്ല. ചേച്ചി, അമ്മായി, നമുക്ക് കഴിച്ചാലോ? അപ്പോഴേക്കും എത്തിയോ? ശരി, അവിടെ പോയി ഇരിക്കേ. ആ ലക്ഷ്മി, നീയും പോയി അവരുടെ കൂടെ ഇരിക്കേ. ലക്ഷ്മി കാണാൻ നല്ല ഭംഗിയുണ്ട്. മതി. അത്രയും മതി. എടാ നിന്നെ ഗൗതം, എന്താടാ കാണിക്കുന്നേ? അവൻ ലക്ഷ്മിയെ നോക്കുന്നത് കണ്ടിട്ട് തന്നെ അവന്റെ കയ്യിലോട്ട് ചൂട് സാമ്പാർ ഒഴിച്ചു. ഇങ്ങനെ ഒരുത്തനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവന്റെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ ലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടു എന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടടാ. നല്ല ഭംഗിയുള്ള പയ്യനോട് എന്തിനാടാ ഇങ്ങനെ പെരുമാറുന്നേ?
അയ്യോ, ഈ കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ അമ്മായി. ശരി ശരി, ചെന്ന് അറിയാതെ സംഭവിച്ചതാന്ന് പറയേ. ആ, ചെല്ല്. എന്താ ചേച്ചി ഇത്? എനിക്കറിയില്ല. സോറി കേട്ടോ. ഇതിനു മുമ്പ് സാമ്പാർ ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് മോരൊഴിച്ചാലോ? വേണ്ട. അയ്യോ അയ്യോ, ഇങ്ങോട്ട് വന്നേ. നീ എന്താടാ ഈ കാണിക്കുന്നേ? അവനൊന്ന് കഴിക്കാൻ വിട്. ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് മോരൊഴിക്കാന്ന് വെച്ചു. എന്റെ തലയിൽ ഒഴിക്കടാ, എന്റെ ദേഷ്യമെങ്കിലും കുറയും. ഇതാ മാഡം ഫോട്ടോ. താങ്ക് യു മോനെ. ഓക്കെ. ഗൗതമിന്റെ അനിയത്തിയുടെ ഫോട്ടോ വെച്ച് അവരെന്ത് ചെയ്യാൻ പോവാ? മരുമകളാക്കാൻ പോകുന്നെന്നാ തോന്നുന്നേ. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമോ? അതൊക്കെ എനിക്കെങ്ങനെ അറിയാനാ മുതലാളി? ശരി, ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം. അപ്പോഴേക്കും നല്ല ഫോട്ടോ എടുത്ത് വയ്ക്കുക. ശരി മുതലാളി. എടാ ബാലു, എന്താ ഏട്ടാ? എന്റെ വീട്ടിലെ വേലക്കാരന്റെ മകളുടെ കല്യാണത്തിന് എന്റെ ശത്രുവിന്റെ സഹോദരിക്ക് കല്യാണാലോചന വരുന്നുണ്ടെങ്കിൽ എന്താടാ ചെയ്യേണ്ടത്? പ്രശ്നം ഉണ്ടാക്കണം. തുടങ്ങിക്കോ. അയ്യോ, ഇത് വേണ്ടായിരുന്നു. ഇത്രയും കഴിക്കാൻ പറ്റില്ല. നല്ലവണ്ണം കഴിച്ചാലേ നല്ല ആരോഗ്യം ഉണ്ടാവൂ. ഈ പ്രായത്തിലൊക്കെ നല്ലവണ്ണം കഴിക്കണം. കഴിക്കേ. വരൂ, അങ്ങോട്ടിരിക്കാൻ മുതലാളി. മുതലാളിക്ക് വിളമ്പി കൊടുക്കടാ. എന്തിനാ മുതലാളിയോട് ഇവിടെ ഇരിക്കാൻ പറയുന്നേ? ഈ കസേരയിലോട്ട് ഇരിക്കാൻ മുതലാളി. ഗൗതം കെട്ടിയ പന്തലാണെന്ന് അറിയാം. ഈ തരം താണവന്മാരൊക്കെ ഇരിക്കുന്നിടത്ത് ഞങ്ങളുടെ മുതലാളി ഇരിക്കണമെന്നാണോ? ഇങ്ങനെ ഉണ്ടല്ലോ. ഇനി എന്താ നോക്കി നിൽക്കുന്നേ? എഴുന്നേക്ക് എഴുന്നേക്ക്. ഗൗതം, ഗൗതം, ആ പയ്യനെ ലക്ഷ്മി ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നേ. ഇപ്പൊ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താണ് കുഴപ്പം? മുതലാളിയുടെ വില കാക്കണമെങ്കിൽ അതിനൊത്തവരായിരിക്കണം മുന്നിലും പിന്നിലുമായിട്ട് ഇരിക്കേണ്ടത്. ലക്ഷ്മി, നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നിരുന്നേ. മുതലാളി കഴിച്ചിട്ട് വേണമെങ്കിൽ ഇവര് കഴിച്ചോട്ടെ. ആദ്യത്തെ പന്തി തന്നെ ഇങ്ങനെ വലിഞ്ഞു കയറി വന്നാ എങ്ങനെയാ? അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബഹുമാനം എന്താണെന്ന് പഠിച്ചേനെ. അയ്യോ മോനെ, ഗൗതം ദേഷ്യപ്പെടാതിരിക്കും മോനെ. റൗഡിയെ പോലെ നടന്നു കഴിഞ്ഞാ അവന്റെ സഹോദരി ആരും കേട്ടില്ല. അവൻ നോക്കിക്കോളും, വിട്ടേക്ക്. രേഖ കണ്ടല്ലോ, അത് പിന്നെ ഏട്ടാ, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലും ഇനിയും നിനക്ക് ഇവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കണോ? വായങ്ങോട്ട്. എടാ വാടാ. ഒന്ന് പറയട്ടെ. അവരിവിടെ ഉള്ളത് കൊണ്ട് മാത്രം നിന്നെയൊക്കെ ഞാൻ വെറുതെ വിട്ടത്. എന്റെ അമ്മയെ പറ്റി പറഞ്ഞ ഒരുത്തനും ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പോവാമെന്ന് വിചാരിക്കണ്ട.
ഇവിടെ വെച്ച ചോറ് നിനക്കൊക്കെ കൊലച്ചോറാടാ. സ്വന്തം സഹോദരിയുടെ കല്യാണം നടത്തിക്കൊടുക്കാതെ വേറൊരുത്തന്റെ സഹോദരിയുടെ കല്യാണത്തിന് വന്ന് ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. നിർത്തിക്കോ. സ്നേഹിക്കാൻ വേണ്ടിയല്ലേ ഈ ജന്മം മണ്ണിലെന്നും സ്നേഹിച്ചാൽ കുറ്റം കാണും. ഇനി ഒരു വാക്കെങ്കിലും തന്റെ വാ കൊണ്ട് പറഞ്ഞ നേരാവണ്ണം ഇവിടുന്ന് പോവില്ല താൻ. നീ എന്ത് ചെയ്യൂടാ? വേണ്ട. മാറ്. അവൻ എന്നെ എന്ത് ചെയ്യുന്ന? ഒരു യുദ്ധം വേണമെന്നോ മോഹങ്ങൾ കഥമില്ലേ? ഞാൻ എന്റെ ഈ കൈ കൊണ്ട് ചെയ്യാത്ത ഒരു പണി പോലുമില്ലെന്ന് നിങ്ങളുടെ ഭർത്താവിനൊന്ന് പറഞ്ഞു കൊടുക്ക്. കടയിലിരുന്ന് പൊതിഞ്ഞുകൊടുത്ത് ചില്ലറ സമ്പാദിക്കുന്നത് പോലെയല്ല